ആദ്യം ഏത് ഫുഡിലേക്കാണ് പറഞ്ഞോ, ഞാൻ അത് തന്നെ പറയാം. എന്താ സീ ഫുഡ് ട്രാവൻകൂർ സ്പെഷ്യലിലേക്കാണ്. സീ ഫുഡ് ട്രാവൻകൂർ സ്പെഷ്യലാണ്. നമുക്ക് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ട ബോൾ എടുക്കുക. നല്ലൊരു ബോൾ എടുത്തു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന ഏതിലാണ്? ട്രാവൻകൂർ സ്പെഷ്യൽ അല്ല, അതിനകത്ത് ഏത് പൊടിയിലാണ്? സാധാ പൊടീൻ്റെ ഒപ്പം ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ സാധാ പുട്ടുപൊടീൻ്റെ ഒപ്പമാണ് സീ ഫുഡ് ടേസ്റ്റ് കൂടുതൽ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അത് മിക്സ് ചെയ്യാം. അപ്പോൾ സീ ഫുഡ് ഓക്കെ. നല്ല ചെമ്മീനൊക്കെ കാണുന്നുണ്ട്. അപ്പം സ്ക്വിഡ് ഉണ്ട്, ഷ്രിംസ് ആണ്, ഷ്രിംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം സീർ ഫിഷിൻ്റെ മീറ്റൊക്കെ ഉണ്ട്. കക്ക എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് സെറ്റപ്പ് ആക്കിയെടുത്താണ് മിക്സാണിത്. ഇതിനകത്തോട്ട് നമ്മുടെ പുട്ടുപൊടി, നമ്മുടെ നാടൻ പുട്ടുപൊടി. ആഹാ, നാടൻ പുട്ടുപൊടി അല്ല, നാടൻ പുട്ടുപൊടി. എത്ര രൂപ ഇടണമെന്ന് പറഞ്ഞു കൂട്ടോ? രണ്ട്. ഓക്കെ, ഇവിടെ റിച്ച് ആട്ടോ, നല്ല റിച്ചാണ്. ഇത്രേ ഉള്ളൂ. നോക്ക് എന്ത് റിച്ചാ, നോക്ക് എന്താ റിച്ച് ഫുഡാണ്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ട, നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഒരു കണ പുട്ടാണ് അല്ലേ? അപ്പോൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് തേങ്ങാപ്പീര കുറച്ച് തേങ്ങാപ്പീര ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സീ ഫുഡ് ആ മിക്സ്, നമ്മുടെ അരിപ്പൊടിയും സ്പെഷ്യൽ സീ ഫുഡ് മിക്സും കൂടെ അങ്ങോട്ട് ഇടുകയാണ്. കുറച്ചുകൂടി പീര ഇറക്കണം. ഓരോ ലെയറാണല്ലോ, ഓരോ ലെയർ 3 ലെയറായിട്ട് എടുക്കും. കുറച്ചുകൂടി പീര, ലേശം കൂടി ഉഗ്രനുണ്ട് എന്തായാലും. അടുത്ത കുറച്ചുകൂടി പീര. ഓക്കെ, ഇങ്ങനെ അടയ്ക്കുക. നേരെ നമ്മൾ കുറ്റി അങ്ങോട്ട് വെക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഇതിലിപ്പോൾ ഒന്നിന് മാത്രം വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം വരത്തില്ല. എല്ലാത്തിനും അപ്പോൾ എല്ലാത്തിനും നിറയ്ക്കാം. അടുത്ത് നമുക്ക് ചിക്കൻ പുട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അടുത്ത ചിക്കൻ പുട്ട് മിക്സ് ചെയ്യാൻ പോകണം നമ്മൾ. ചിക്കൻ പുട്ടിന് വേണ്ട ചിക്കൻ. അപ്പോൾ ചിക്കൻ ഇടുകയാണ്. അപ്പോൾ ചിക്കൻ ഏതാണ് ടേസ്റ്റ് കൂടുതൽ? ചെമ്പ മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെമ്പ മിക്സ് ചെയ്യാൻ പോവാണ്. ചെമ്പ പുട്ടുപൊടി മതിയാവോ പറയണേ? ആയിക്കോട്ടെ, ഇല്ല ഞാൻ അങ്ങിട്ടോണ്ടേ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെമ്പ പുട്ടുപൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ചില്ലിട്ടുണ്ടല്ലോ അല്ലേ? അവസാനം ശ്രീകുട്ടാ, നിനക്ക് ചപ്പാത്തി പോരെ? ഞാൻ പീര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവി പുറത്തു പോകല്ലേ? ഇല്ല, ഇനി പീര കുറച്ച് പീര 3 ലെയറായിട്ട് കിട്ടണം. ഇനി നമ്മുടെ ചിക്കൻ പുട്ടിനുള്ള പൊടി നിറയ്ക്കുകയാണ്. കുറച്ചുകൂടി പീര, കുറച്ച് മതിയല്ലോ? കുറച്ച് മതി. അപ്പം അതും റെഡിയല്ല ആയി. നമ്മൾ കുറ്റി കാണാൻ വെച്ചു. അപ്പോൾ ഇതും ഇങ്ങോട്ട് മാറ്റി വെച്ചു. നെക്സ്റ്റ് നമുക്ക് ബീഫ് കീമ. അപ്പോൾ അടുത്ത് നമ്മൾ ബീഫ് ഇതിനകത്തോട്ട് വീണ്ടും നമ്മൾ ബീഫ് കീമ എടുത്ത് വേറെ പാത്രത്തോടെ ഇടാണ്. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ കപ്പപ്പുട്ട്. ഓക്കെ, കപ്പ നന്നായിട്ട് ഉണക്കി പൊടിച്ച് മതിയാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തേങ്ങാപ്പീര ഇട്ടു. നമ്മുടെ ബീഫും കപ്പയും. കറി ഒന്നും വേണ്ട കേട്ടാ, ഒരു പപ്പടം കൂടി ഞരക്കിയാണ്ട്. പപ്പടം മതി, ഇച്ചിരി വെള്ളം വേണം. ഓക്കെ, കുത്തിക്കോളൂ. വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി പുക വന്നത് ആവി. അപ്പോൾ അതെ നമുക്ക് ഷെഷ്വാൻ നൂഡിൽ. അപ്പോൾ ഷെഷ്വാൻ നൂഡിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, ഷെഷ്വാൻ നൂഡിൽ ഇട്ടു. സാധാ പുട്ടുപൊടിയാണ് നല്ലത്. അപ്പോൾ ഇതിനും സാധാ പുട്ടുപൊടിയാണ് നല്ലത്. നല്ല നൂഡിലിൻ്റെ മണം. നൂഡിലിൻ്റെ മണം ചപ്പാത്തിൻ്റെ മണം ഉണ്ടാവും. കുറച്ചും കൂടെ. ഓക്കെ, അപ്പോൾ അതും മിക്സ് ചെയ്തിട്ടുണ്ട്. നിറയ്ക്കാല്ലേ? അതിന് തന്നെ നമ്മുടെ തേങ്ങാപ്പീര
കുറച്ച് തേങ്ങാപ്പുര. ഇനി വീണ്ടും നമ്മുടെ നൂഡിൽ. ഇത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പുറത്തു പോകും. കാരണം നൂഡിലായതുകൊണ്ട് കുറച്ച് പീരിട്ടു. അടുത്ത് വീണ്ടും നമ്മൾ നൂഡിൽ നിറയ്ക്കുകയാണ്. ശരി, കൂടി പീരിടുന്നു. ശേഷം പീരം കൂടി ഇട്ട് നിറയ്ക്കാം. കുട്ടിച്ചത്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏകദേശം ഏതൊക്കെ ആയിട്ടുണ്ട്? ഏകദേശം നമ്മുടെ ചിക്കനായി, സീ ഫുഡായി, ബീഫ് കീമയായി, സെഷ്വാൻ നൂഡിലായി. അതുപോലെ തന്നെ ഇവിടെ ചിരട്ടപ്പുട്ടും ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് അപ്പോൾ അത് ബാക്കിയുള്ള ചട്ടപ്പുട്ടിനുണ്ട്. നമുക്ക് ചട്ടപ്പുട്ടാക്കാം ബാക്കിയുള്ളത്. ഇനി എടുക്കുന്ന നമ്മൾ ചീര നല്ല ചീരൻ തോരൻ വെച്ച് പുട്ടുണ്ടാക്കി കഴിക്കാം. ചെറിയ പോർഷനാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഏതാ നല്ലത്? ചെമ്പനാക്കാം അല്ലേ? ചെമ്പാവിൻ പുന്നെല്ലിൻ പുട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അറിയല്ലുള്ളൂ. കുറച്ച് പീര. ഓക്കെ, അതിനകത്ത് നമ്മുടെ ചീര പൊടിപ്പുട്ടിനുള്ള പൊടി. അപ്പോൾ അതങ്ങ് അടച്ചു. അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് വെച്ചിട്ടില്ല. നമുക്ക് അടുത്ത് നിറയ്ക്കാമല്ലേ? ഷെഷ്വാൻ മഷ്റൂം നമ്മൾ അടുത്ത് അതിനകത്ത് നിറയ്ക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്ക് റവ പുട്ടാണ് നമ്മളിപ്പോൾ. റവയാണ് ഷെഷ്വാൻ മഷ്റൂമിൻ്റെ അപ്പം റവ പൊടിയാണ്. ഇതല്ല റവ പൊടി. റവ പോരട്ടെ, നമ്മൾ റവ ഇടുകയാണ്. നന്നായിട്ട് ഉടയ്ക്കണം. മഷ്റൂമാണ്, നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇത് നന്നായിട്ടൊന്ന് മഷ്റൂം ക്രഷ് ചെയ്ത് എടുക്കണം. കാരണം ബാറ്റർ ഉപയോഗിച്ച് ഫ്രൈ ചെയ്താണ്. അറിയാലോ, ചൈനീസ് ഐറ്റംസ് മിക്കതും ബാറ്റർ ഫ്രൈഡ് ആയിരിക്കും. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചില്ലുണ്ട്. കുറച്ച് തേങ്ങാപ്പീര. കുറച്ചും കൂടി തേങ്ങാപ്പീര. അപ്പം അതടച്ചു. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നിലാവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നിലാവി വന്നു. എല്ലാത്തിലും ആവി വന്നാൽ ഇതെല്ലാം നമുക്കൊന്ന് കുത്തേണ്ടതാണ്. അടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണോ അതോ ആവുമ്പോൾ മിക്സ് ചെയ്താൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് മൊത്തത്തിലൊന്ന് ആവി വന്ന് സെറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത് മിക്സ് ചെയ്യാം.